അലൻ ജോസ് പെരേര വെറും പൊട്ടനാണ്. അവന്റെ ഐക്യു വളരെ കുറവാണ്. ഐക്യു നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. തലയിൽ ആൾതാമസേ ഇല്ല. 10ാം ക്ലാസ് ഗുസ്തിയാണ്. അലൻ ജോസ് പെരേര വെറും പൊട്ടനാണ്, മണ്ടനാണ്. ഈ അലിൻ ജോസ് പെരേര ഒരു കിഴങ്ങനാണ്. ഇവന് ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇവൻ ഈ ആൾക്കാരെ കൂട്ടി നടക്കുന്നത്. ഇവൻ ഈ ആറാട്ടണ്ണനെ കണ്ടുപഠിക്കട്ടെ. ആറാട്ടണ്ണൻ ഇപ്പം ഭയങ്കരമായിട്ട് സെലക്റ്റീവാണ്. ഇൻ്റർവ്യൂ പോലും തിരഞ്ഞെടുത്താണ് കൊടുക്കുന്നത്. ഇവൻ ഈ കണ്ട ഈ ചവറുകൾക്കടെ കൂടെ നടന്ന് ഇവനൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതൊട്ട് കീപ്പ് ചെയ്യാനും ഇവൻ അറിഞ്ഞൂടാ. പേടിത്തൂറൻ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഭൂലോക പേടിത്തൂറൻ മരവാഴ വേറെ ഇല്ല. ഇവന് ഈ പേടിയുള്ളത് കൊണ്ടല്ലേ ഇവൻ ഈ എല്ലാ ആൾക്കാരെയും ബോഡി ഗാർഡാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. ഈ അളിഞ്ഞ ജോസ് പെരേരയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കട്ടെ. ഇവന് ധൈര്യമുണ്ടോ നാട്ടിലിറങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ ജനങ്ങളുടെ ഇടയിൽ കൂടി? ഇവന് ധൈര്യമില്ല. കാരണം ഇവൻ കിഴങ്ങ് മാത്രമല്ല, ഇവൻ വെറും ഒരു മണ്ണുണ്ണിയും കൂടിയാണ്. ജനങ്ങൾ പറയുന്നത് വളരെയധികം സത്യമാണ്. ഇവൻ വെറും അളിഞ്ഞവനാണ്. ശരിക്കും പറഞ്ഞാൽ അളിഞ്ഞ ജോസ് പെരേര, അലിൻ ജോസ് പെരേര. ഈ ആട്ടായം എന്ന് പറയുന്ന ഈ തെണ്ടി ഇല്ലെങ്കിൽ ഇവൻ്റെ ട്രൗസർ ഊരും, മൂത്രമൊഴിക്കും നിക്കറിൽ. അത്രയ്ക്ക് പേടിയാണ് ഇവന് നാട്ടിലിറങ്ങി നടക്കാനായിട്ട് ജനങ്ങളെ. കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ ബറോസിൻ്റെ റിവ്യൂ എടുക്കാൻ പോയി. എല്ലാത്തിനും ഒരേ ടൈപ്പ് മറുപടി. എല്ലാ സിനിമയ്ക്കും ഏത് റിവ്യൂ എടുക്കാൻ പോയാലും ഈ അലിഞ്ഞ ജോസ് പെരേര പറയുന്നത് ഒരേ ടൈപ്പ് റിവ്യൂ ആണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സിനിമ കണ്ട അഭിപ്രായം പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിനിമ കാണാൻ വരുന്നത്? ഇവരൊക്കെ സിനിമ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവർക്ക് ആ സിനിമയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള കഴിവില്ല. ഇതുപോലുള്ള ആളുകൾക്കിടെ ഇൻ്റർവ്യൂസ് നമ്മളെല്ലാ ചാനലുകാരും ഒഴിവാക്കണം. കുറച്ചുകൂടി വിവരമുള്ള സിനിമയെ പറ്റി വിശദീകരിച്ച് പറയാൻ അറിയുന്ന, അല്ലെങ്കിൽ ആ സിനിമയുടെ ഫീലിംഗ് എന്താണെന്ന് കറക്റ്റായിട്ട് പറയുന്ന ആളുകളുടെ റിവ്യൂ മാത്രമേ നമ്മൾ മീഡിയക്കാർ എടുക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിനോടൊപ്പം വ്യക്തമായിട്ട് റിവ്യൂ പറയുന്ന, ആ സിനിമ എന്തുകൊണ്ട് നന്നായി, എന്തുകൊണ്ട് നന്നായില്ല, എന്താണ് അതിൻ്റെ കാരണം എന്ന് വ്യക്തമായിട്ട് പറയുന്ന ആളുകളല്ലേ ശരിക്കും റിവ്യൂവർ എന്ന് പറയുന്നത്. ഇത് ഏത് സിനിമ എടുത്താലും ആ സിനിമ നല്ലതായിരുന്നു, അത് നല്ലതായിരുന്നു, ഇന്ന നടനാഭിനന്ദനങ്ങൾ, ആ നടനാഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ സിനിമ കണ്ടിട്ട് വളവള അടിക്കുന്നതല്ല റിവ്യൂ പറയുക എന്ന് പറയുന്നത്. ഏത് സിനിമ കണ്ട് ഇറങ്ങി വന്നാലും ഇവന്മാരോട് റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അടിപൊളി സിനിമ. അതെന്തുകൊണ്ട് അടിപൊളിയായി, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അടിപൊളി ആയില്ല, അതിൻ്റെ എന്താണ് അതിൻ്റെ മൈനസ് പോയിന്റുകൾ, പ്ലസ് പോയിന്റുകൾ എന്നൊക്കെ വിശദീകരിച്ച് പറയാൻ ഈ പറയുന്ന പരട്ട അളിഞ്ഞ പെരേരയ്ക്ക് അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തിനാണോ ഒരുങ്ങിക്കെട്ടി തിയേറ്ററിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റിലീസുള്ള ദിവസം നേരം വെളുക്കുമ്പോൾ തിയേറ്ററിൽ വരും. ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മീഡിയയ്ക്ക് റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കരുതി കൂട്ടി വരുന്നതാണ്. അല്ലാതെ സിനിമയെ പറ്റിയിട്ട് യഥാർത്ഥത്തിലുള്ളൊരു അഭിപ്രായമല്ല ഈ അളിഞ്ഞ ജോസ് പെരേര പറയുന്നത്. അതിപ്പം ഈ ആട്ടായ ആയാലും ശരി, എല്ലാത്തിനും ഒരൊറ്റ മോഡല് റിവ്യൂസാണ് പറയുന്നത്. അപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള അഭിപ്രായം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലതിന് നല്ലതെന്ന് പറയാനും നെഗറ്റീവിന് അതെന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് എന്ന് പറയാനുമുള്ള, അത് വിശദീകരിച്ച് പറയാനുള്ള കഴിവില്ലാത്തവൻ ഒരു റിവ്യൂവർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി മുതൽ എൻ്റെ ചാനലിൽ ഞാൻ പുതുമുഖങ്ങളെ ആയിരിക്കും, ശരിക്കും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുടെ റിവ്യൂ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം സിനിമ കണ്ടിട്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന ആളുകളുടെ റിവ്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്തരം ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും. കാരണം ഈ സിനിമയെ പറ്റിയിട്ടുള്ള യഥാർത്ഥ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരണം. ഇതുപോലുള്ള വിവരം കെട്ട അളിഞ്ഞ അവന്മാരെ കൊണ്ട് റിവ്യൂ പറയിപ്പിച്ചാൽ എല്ലാത്തിനും ഒരേ ഉത്തരമായിരിക്കും കിട്ടുക. ഇവർ ശരിക്കും വെറും തറ കോമാളിക്കളിയാണ് കളിക്കുന്നത്. ഇത് ശരിക്കും ഈ കോമാളിക്കളിയിലൂടെ ഇവർ ഫേമസ് ആവാനാണ് നോക്കുന്നത്. പക്ഷെ ജനങ്ങൾ ഇവരെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ അഭിലാഷാട്ടായം പറയുന്നത് പെരേരേനേക്കാളും വലിയ ഒരു ഫെയിം അഭിലാഷാട്ടായമാണ്, പെരേരയുടെ കൂടെ കൂടിയാൽ റീച്ചില്ല എന്നൊക്കെ തരത്തിലാണ് അഭിലാഷാട്ടായം പറയുന്നത്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.